അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. നമ്മളിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് യൂനുസ് നബിയുടെ ചരിത്രത്തിലാണ്. അവസാനമായി പറഞ്ഞു നിർത്തിയത് യൂനുസ് നബിയുടെ ചരിത്രത്തിൽ. യൂനുസ് നബിയുടെ ചരിത്രവും അയ്യൂബ് നബിയുടെ ചരിത്രവും എല്ലാം അല്ലാഹു തആല ക്രമപ്രകാരം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെയാണ് അയ്യൂബ് നബിയുടെ യൂനുസ് നബിയുടെ ചരിത്രം പരസ്പരം കൂട്ടി വായിക്കേണ്ടത്. അവർക്കുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ കൂടുതൽ അടുത്ത വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് യൂനുസ് നബിയുടെ ചരിത്രം ഒന്നും കൂടി പറയണം. യൂനുസ് ബൈന ഖൗമി, യൂനുസ് നബി തൻ്റെ സമുദായത്തിനിടയിൽ എന്നാണ് ഹെഡിങ്. വഹാദിഹി ഖിസ്സത്തു യൂനുസ്, ഇവിടെ പറയാൻ പോകുന്ന വഹാദിഹി ഇതാകുന്നത് ഖിസ്സത്തു യൂനുസ, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളാണ്. ബഅസഹുല്ലാഹു തആല ഇല അഹ്ലി ഖർയത്തി നീനവ, നൈനവ എന്ന് നീനവ എന്ന് പറയാറുണ്ട്. അള്ളാഹു താല അള്ളാഹു താല അദ്ദേഹത്തെ നിയോഗിച്ചു ഇല അഹ്ലി ഖർയത്തി നീനവ, നീനവ എന്ന നാട്ടിലെ ആളുകളിലേക്ക്. നീനവ എന്നല്ല, നൈനവ എന്ന് പറയുന്നത് ടൈഗ്രീസ് നദിക്ക് തീരത്തുള്ള ഒരു പട്ടണമാണ്. ഇറാഖിലെ പ്രസിദ്ധമായ മൗസിലിലെ പ്രധാന സ്ഥലമാണ് നീനവ. ഓക്കെ, യൂനുസ് നബി നിയോഗിക്കപ്പെട്ടത് നീനവയിലേക്കാണ്. ഫദഅഹും ഇലല്ലാഹി തആല, ആ യൂനുസ് നബി തൻ്റെ ജനങ്ങളെ ഫദഅഹും തൻ്റെ ജനങ്ങളെ ക്ഷണിച്ചു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. ഫഅബൗ അലൈഹി, അബൗ അവർ വിരോധിച്ചു, അവർ പറ്റൂല, വിസമ്മതിച്ചു. അലൈഹി യൂനുസ് നബിയെ അവർ വിസമ്മതിച്ചു, എന്ന് വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയില്ല. എന്ന് മാത്രമല്ല വതമാദൗ ഫീ കുഫ്രിഹിം, അവരുടെ കുഫ്രിൽ, അവരുടെ നിഷേധത്തിൽ അവർ സ്ഥിരമായി ഉറച്ചു നിൽക്കുകയും ചെയ്തു. തമാദ സ്ഥിരമായി ഉറച്ചു നിൽക്കുക എന്നൊക്കെ അർത്ഥം. കുഫിരിഹിം എന്നാണ് അവരുടെ കുഫിരിൽ, അപ്പോൾ അവരുടെ നിശ്ചയത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫഖറജ മിൻ ബൈനി അദ്ഹുരിഹിം, അവർക്കിടയിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പുറപ്പെട്ടു. മുഗാളിബൻ ലഹും, അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും യൂനുസ് നബി അലൈഹിസ്സലാം പുറപ്പെട്ടു. വവഅദഹും ബിൽ അദാബ്, എന്ന് മാത്രമല്ല വവഅദഹും, അവരോട് ഭീഷണിപ്പെടുത്തി, അവരോട് മുന്നറിയിപ്പ് നൽകി. ബിൽ അദാബി, ശിക്ഷ കൊണ്ട്. ബഅദ സലാസിൻ, 3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ശിക്ഷ വരാനുണ്ടെന്ന ഭീഷണിയും അവരോട് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഫലമ്മാ തഹക്കു, അങ്ങനെ യൂനുസ് നബിയാണല്ലോ പറയുന്നത്. അപ്പോൾ ഫലമ്മാ തഹക്കു, അങ്ങനെ അവർക്ക് ഉറപ്പായപ്പോൾ, മിൻ ദാലിക മിൻഹു, യൂനുസ് നബിയിൽ നിന്നും ഇതിനെ ദാലിക, അതിനെ അവർക്ക് ഉറപ്പാക്കിയപ്പോൾ, അവർ ശിക്ഷ വരുമെന്ന് യൂനുസ് നബി പറഞ്ഞത് അവർക്ക് ഉറപ്പായപ്പോൾ, വഅലിമു, അവർ മനസ്സിലാക്കിയിരുന്നു, അന്നൻ നബിയ്യ ലാ യക്ദിബു, നബി കളവ് പറയില്ല എന്നവർക്കറിയാമായിരുന്നു. ഇതടിസ്ഥാനത്തിൽ അവർ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചു. ഹറജു, അങ്ങനെ അവർ വിശ്വസിച്ചു. അവരെ ഒലമ്മ തഹക്കുമെന്ത അലിമിൻഹു, യൂനുസ് നബിയിൽ നിന്നും ഇങ്ങനെ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞതിന് അവർ ഉറപ്പിച്ചപ്പോൾ, കാരണം എന്താണ്, അവർക്കറിയാം നബിമാർ കളവ് പറയില്ല എന്നുള്ളത്. അപ്പോൾ അതടിസ്ഥാനത്തിൽ യൂനുസ് നബി പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് അവർ ഉറപ്പിക്കുകയും ശിക്ഷ വരാനുണ്ടെന്ന് അവർ ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ആയപ്പോൾ അവസാനമായിട്ട് ഖറജു ഇല സഹ്റ, അവരെല്ലാം പുറപ്പെട്ടു. ഇല സഹ്റ, അവർ മരുഭൂമിയിലേക്ക്. സഹ്റ എന്ന് പറഞ്ഞാൽ മരുഭൂമി. അവർ മരുഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടു. ബി അത്ഫാലിഹിം, അവരുടെ ചെറുമക്കളെ കൂട്ടി. അത്ഫാൽ, തിഫ്ൽ, അത്ഫാൽ, മക്കളെ കൂട്ടി. അതുപോലെ തന്നെ അൻആമിഹിം, അവരുടെ ആട് മാട് ഒട്ടകങ്ങളെ കൂട്ടി. മവാശിഹിം, അവരുടെ മറ്റു നാൽക്കാലികളെയും, നാൽക്കാലികൾ. ഓക്കെ, മാഷിയത്തിൻ ജമ്മു മവാശി, നഅം ജമ്മ നഅം. അപ്പോൾ നാൽക്കാലികളെയും മറ്റു ജീവികളെയും മക്കളെയും അടക്കം അവർ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. എന്ന് മാത്രമല്ല ഫറഖു ബൈനൽ ഉമ്മഹാത്തി വ ഔലാദിഹ, ഉമ്മമാർക്കിടയിലും മക്കൾക്കിടയിലും അവർ വേർപാട് നടത്തി. എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഫറഖു, അവർ വിട്ടുപിരിച്ചു. ബൈനൽ ഉമ്മഹാത്തി, മാതാക്കൾക്കും ഇടയിലും, വ ഔലാദിഹ, മക്കൾക്കിടയിലും, സ്വന്തം മാതാപിതാക്കൾക്കിടയിലും, അതുപോലെ തന്നെ ജീവികളുടെ മാതാപിതാക്കൾക്കിടയിലൊക്കെ പരസ്പരം ഭിന്നിച്ച് അത്രയും പ്രയാസത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫറഖു, അവർ ഭിന്നമാക്കി എന്ന് പറഞ്ഞാൽ അവർ വ്യത്യസ്തമാക്കി എന്നർത്ഥം. അങ്ങനെ അവസാനം സുമ്മ തളറഉ ഇലല്ലാഹി, അവരെല്ലാവരും അള്ളാഹുവിലേക്ക് തളറഉ ഫിസ്സാർ എന്ന് പറഞ്ഞല്ലോ, അത്തായ സമയത്തുള്ള പ്രാർത്ഥനകളാണ് ഹൃദയത്തിനുള്ള ശാന്തി. ഓക്കെ, സുമ്മ തളറഉ, പിന്നെ അള്ളാഹുവിനോട് അവർ കേണപേക്ഷിച്ചു. തളറ എന്ന് പറഞ്ഞാൽ കേണപേക്ഷിക്കുക. ഇലല്ലാഹി, അള്ളാഹുവിനോട്. അസ്സ വജൽ, ഉന്നതനായ
ഒരു മഹത്വമുള്ളതായ അള്ളാഹുവിനോട് അവർ കേണപേക്ഷിച്ചു. വജഅറൂ ഇലൈഹി, ജഅറ എന്ന് പറഞ്ഞാലും തളറ എന്നുള്ള അർത്ഥം തന്നെ, കേണപേക്ഷിക്കുക എന്നർത്ഥം. വജഅറൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് അവർ കേണപേക്ഷിച്ചു. എന്നിട്ട് പറയുകയാണ്, അവിടുത്തെ സാഹചര്യം വിശദീകരിക്കുകയാണ്. വറഗത്തിൽ ഇബ്ലു വഫുസ്ലാനുഹ വഖാറത്തിൽ ബഖറു വഔലാദുഹ വസഗത്തിൽ ഗനമു വസിഖാലുഹ എന്നാണ്. അങ്ങനെ വറഗത്തിൽ ഇബ്ലു, ഒട്ടകങ്ങൾ, റഗ, റഗ എന്ന് പറഞ്ഞാൽ റഗ എന്നുള്ളതിൻ്റെ റാഗത്ത് എന്നുള്ളതാണ്. റാഗത്ത് അൽ ഇബ്ലു, ഒട്ടകം കരഞ്ഞു, ഒട്ടകം ഒച്ചവെച്ചു. ഒട്ടകം ഒച്ചവെക്കുന്നതിനേക്കാണ് റഗ. അറബി ഭാഷയുടെ പ്രത്യേകത ഓരോ ജീവി സൗണ്ട് ഉണ്ടാക്കുന്നതിനും വ്യത്യസ്ത പദങ്ങളാണ്. ഇതിൽ തന്നെ ഒട്ടകം ശബ്ദം ഉണ്ടാക്കുന്നതിന് റഗ, അതുപോലെ തന്നെ പശു ശബ്ദം ഉണ്ടാക്കുന്നതിന് ഖാറ, ആട് ശബ്ദം ഉണ്ടാക്കുന്നതിന് സഗ എന്ന് തുടങ്ങിയിട്ട് വ്യത്യസ്തമായ പദങ്ങൾ ഓരോ ജീവികൾ ശബ്ദം ഉണ്ടാക്കുന്നതിനുണ്ട് കേട്ടോ. അറബി ഭാഷയുടെ പദസമ്പത്തിൻ്റെ സർവത്തുൽ അൽഫാദിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ റാഗത്തിൽ ഇബ്ലു, ഒട്ടകങ്ങൾ ഒച്ച വെച്ചു. വഫുസ്ലാനുഹ, ഒട്ടകത്തിൻ്റെ കുട്ടികളും. അതും മറ്റൊരു ശൈലിയാണ്. എന്ത്, ഒട്ടകത്തിൻ്റെ പേര് വേറെ, ഒട്ടകത്തിൻ്റെ കുട്ടി. അതുപോലെ തന്നെ ആടിൻ്റെ കുട്ടിക്ക് വേറെ പേര്, പശുവിൻ്റെ കുട്ടിക്ക് വേറെ പേര്. അങ്ങനെ അതിലും പദസമ്പത്തിൻ്റെ ഗാംഭീര്യതയും മഹാത്മ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റാഗത്തിൽ ഇബ്ലു, ഒട്ടകങ്ങൾ കരഞ്ഞു, ഒട്ടകങ്ങൾ ഒച്ച വെച്ചു. വഫുസ്ലാനുഹ, ഒട്ടകത്തിൻ്റെ കുട്ടികളും. ഒട്ടകവും അൽ ഇബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടക സമുദായം എന്നർത്ഥം, ഒട്ടകത്തിൻ്റെ ആ കൂട്ടം, ഒട്ടകങ്ങളെല്ലാവരും റാഗത്ത് ഒച്ച വെച്ചു. ഫുസ്ലാനോ, ഒട്ടകത്തിൻ്റെ കുട്ടികളും, കുട്ടികളും ഒച്ച വെക്കാൻ തുടങ്ങി. വഖാറത്തിൽ ബഖറു എന്ന് മാത്രമല്ല, ഖാറ എന്ന് പറഞ്ഞാൽ അൽ ബഖർ എന്ന് പറഞ്ഞാൽ പശു ശബ്ദമുണ്ടാക്കുക, പശു ഒച്ചപ്പുണ്ടാക്കുന്നതിനേക്കാണ് ഖാറ എന്ന് പറയാം. വഖാറത്തിൽ ബഖറു, ഈ പശുക്കളെല്ലാം ഒച്ച വെച്ചു. ഔലാദുഹ, പശുക്കളുടെ കുട്ടികളും പശുക്കിടാങ്ങളും എല്ലാം ഒച്ച വെക്കാൻ തുടങ്ങി. അവസാനം വസഗത്തിൽ ഗനമു, ആടുകളും ഒച്ച വെച്ചു. ആടുകൾ കരഞ്ഞ് ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. സഗ എന്ന് പറഞ്ഞാൽ കരയുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, ആട് കരയുന്നതിനേക്കാണ് സഗ എന്ന് പറയാ, പശു കരയുന്നതിനേക്കാണ് ഖാറ എന്ന് പറയാ, ഒട്ടകം കരയുന്നതിനേക്കാണ് റഗ എന്ന് പറയാ. അപ്പോൾ സഗത്തിൽ ഈ ഗനമു, ആടുകൾ കരഞ്ഞു. വസിഖാലുഹ, സിഖാൽ എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടികൾ. അപ്പോൾ ആടുകളും ആട്ടിൻകുട്ടികളും കരയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഫറഫ അല്ലാഹു അൻഹൽ അദാബ്, അവരെ തൊട്ടും ശിക്ഷയെ അള്ളാഹു തആല നീക്കിക്കൊടുത്തു, അവരിൽ നിന്നും ശിക്ഷയെ ഉയർത്തിക്കൊടുത്തു. വഖാൽ അല്ലാഹു തആല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫലൗലാ കാനത് ഖർയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ ലമ്മ ആമനു കശഫ്നാ അൻഹുമുൽ അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തിദ് ദുനിയ വമത്തഅനാഹും ഇലാ ഹീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 98-ാമത്തെ ആയത്താണ്ടത്. ഫലൗലാ കാനത് ഖർയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ എന്നല്ലേ. ഇവിടെ ഫലൗലാ കാനത് ഖർയത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഫലൗല, ആയില്ല എന്നർത്ഥം, എന്തുകൊണ്ടായില്ല എന്നർത്ഥം. കാനത്ത് ഖർയത്തുൻ, ഒരു സമുദായവും എന്തേ കൊണ്ട് ആവാതിരുന്നത്. ഖർയത്തുൻ ആമനത്ത്, വിശ്വാസികളാവാതിരുന്നത്. ഫനഫഅഹ ഈമാനുഹ, അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയും ആകാതിരുന്നത്. ആർക്കൊഴിച്ച്? ഇല്ല ഖൗമ യൂനുസ, യൂനുസ് നബിയുടെ സമുദായത്തിനൊഴിച്ച്. എന്ന് പറഞ്ഞാൽ യൂനുസ് നബിയുടെ ജനതയൊഴിച്ച് ഒരൊറ്റ ജനതയും വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയും എന്ത് ചെയ്യാതിരുന്നത് എന്നർത്ഥം. അപ്പോൾ ആകെ ശിക്ഷ വരുന്നതിന് മുമ്പ്, ശിക്ഷ കാണുന്നതിന് മുമ്പ് തന്നെ ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി വിശ്വാസികളായ ഒരു സമുദായം യൂനുസ് നബിയുടെ സമുദായം മാത്രമാണ്. അത് അവരല്ലാത്ത ഒരൊറ്റ നാട്ടുകാരും, ഫലൗലാ കാനത് ഖർയത്തുൻ, ഒരൊറ്റ നാട്ടുകാരും എന്നർത്ഥം, ഒരൊറ്റ നാടും എന്ത് ആവാതിരുന്നത്, വിശ്വാസികളും, എന്നിട്ട് ആ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയും ആകാതിരുന്നത് എന്നർത്ഥം. ഫലൗലാ കാനത് ഖർയത്തുൻ ആമനത്ത്, ഒരു സമുദായം എന്തേ വിശ്വസിക്കാതിരുന്നത്. ഫനഫഅഹ, എന്നിട്ട് ആ വിശ്വാസം, ഫനഫഅഹ ഈമാനുഹ, ആ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യാതിരുന്നത്. ഇല്ല ഖൗമ യൂനുസ, യൂനുസ് നബിയുടെ സമുദായത്തിനല്ലാതെ. അങ്ങനെ യൂനുസ് നബിയുടെ സമുദായമോ ലമ്മ ആമനു, അവർ അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി അവർ വിശ്വാസികളായപ്പോൾ കശഫ്നാ അൻഹും, അവരെ തൊട്ട് അവരിൽ നിന്നും നീക്കിക്കളഞ്ഞു, അവരിൽ നിന്നും മറച്ചു കളഞ്ഞു. അദാബൽ ഖിസ്യി, നിന്ദ്യമായ ശിക്ഷയെ,
നിന്ദ്യമായ വളരെ മോശമായ ശിക്ഷയെ അവരിൽ നിന്നും അല്ലാഹു തആല അവരിൽ നിന്നും കശഫ്ന മാറ്റിക്കൊടുത്തു ഫിൽ ഹയാത്തി ദുന്യ, ഈ ഐഹിക ലോകത്തുള്ള. എന്ന് മാത്രമല്ല വമത്തഅനാഹും ഇലാഹീൻ, ഒരു കാലം വരെ, നിശ്ചിത കാലം വരെ അവരെല്ലാവരെയും സുഖം അവർക്ക് മത്തഅനാഹും, നമ്മൾ അവർക്ക് സുഖം നൽകി, അവർക്ക് ഇലാഹീൻ, ഒരു നിശ്ചിത കാലം വരെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ശിക്ഷ വരുന്നതിന് മുമ്പ് മനസ്സിലാക്കിയ വിശ്വാസികളായ സമുദായമായിരുന്നു യൂനുസ് നബി. ആ യൂനുസ് നബിയെ സമുദായത്തെ പോലെ മറ്റു സമുദായങ്ങളൊന്നും ആവാതിരുന്നത് എന്ന് പറയണേ. അങ്ങനെ യൂനുസ് നബിയുടെ സമുദായം വിശ്വസിച്ചപ്പോയോ അവരിൽ നിന്നും ശിക്ഷയെ അവരിൽ നിന്നും മാറ്റിക്കൊടുത്തു. അവർക്ക് നിശ്ചിത സമയം ഭൂമിയിലെ ആസ്വദിക്കാനും അവസരം നൽകുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ മറ്റൊരു ചെറിയൊരു കഥയും കൂടി, യൂനുസ് നബിയുടെ പ്രധാനപ്പെട്ട ഒരു കഥ. യൂനുസ് ഫി ബത്നിൽ ഹൂത്ത്, അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം പിന്നെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയാണ്. അതും കൂടി പറയാം. വഅമ്മ യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി യൂനുസ് നബി അലൈഹിസ്സലാം ഫഇന്നഹു ദഹബ, അദ്ദേഹം പുറപ്പെട്ടു. ഫറകിബ മഅ ഖൗമിൻ ഫീ സഫീനത്തിൻ, അങ്ങനെ മഅ ഖൗമിൻ തൻ്റെ സമുദായത്തോടൊപ്പം ഫീ സഫീനത്തിൽ, ഒരു കപ്പലിലായിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം യാത്ര ചെയ്തു. അങ്ങനെ ഫജനഹത് ബിഹിം, അങ്ങനെ കപ്പൽ ജനഹ ബിഹി എന്നൊക്കെ സാധാരണ ഈ വാഹനങ്ങളും അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളൊക്കെ പൂണ്ടു പോവുക, അല്ലെങ്കിൽ ഉറച്ചു പോവുക, എന്താ പറയുക, താന്നു പോവുക എന്നർത്ഥത്തിനേക്കാണ് ജനഹ എന്ന് ഉപയോഗിക്കാറുള്ളത് വാഹനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ആ കപ്പൽ താഴ്ന്നു പോകാൻ തുടങ്ങി, കനം അധികരിച്ചിട്ട്, അതിൻ്റെ തൂക്കം അധികരിച്ചിട്ട് അതിങ്ങനെ താഴ്ന്നു പോകാൻ തുടങ്ങി, പൂണ്ടു പോകാൻ തുടങ്ങി. ജനഹത്ത് ബിഹിം, അവരെയും കൊണ്ട് താഴ്ന്നു പോകുന്നു. അങ്ങനെ വഖാഫു, അവരെല്ലാവരും ഭയന്നു. അൻയഗ്റഖു, അവരെല്ലാം മുങ്ങിപ്പോകുമെന്ന് അവർ ഭയന്നു. അങ്ങനെ ഫഖ്തറഉ, അവർ നറുക്കിട്ടു അലാ റജുലിൻ, ഒരുത്തനിക്ക് വേണ്ടി, ഒരു മനുഷ്യനിക്ക് വേണ്ടി അവർ നറുക്കിട്ടു. ആ ഒരു മനുഷ്യൻ യുൽഖൗനഹു മിൻ ബൈനിഹിം, അവരുടെ അടുത്ത് നിന്നും, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾക്ക് വേണ്ടി അവർ നറുക്കിട്ടു. എന്തിനിക്ക്? യുൽഖൗനഹു, അതിനെ എറിയപ്പെടാൻ വേണ്ടി, അതിനെ അവർ എറിയും. മിൻ ബൈനിഹിം, അവരുടെ അടുത്ത് നിന്നും. അങ്ങനെ എന്തിന്? യതഖഫഫൂന മിൻഹു, അവരിൽ നിന്നും ഭാരം കുറക്കാൻ വേണ്ടി. അങ്ങനെ ഫവഖഅത്തിൽ ഖുർഅത്തു, നറുക്ക് വീണു. വീണു അൽ ഖുർഅത്തു, നറുക്ക് അലാ യൂനുസ്, യൂനുസ് നബിയുടെ മേലിലാണ് നറുക്ക് വീണത്. ഫഅബൗ, പക്ഷേ അവർ വിസമ്മതിച്ചു. അൻയുൽഖൂഹു, യൂനുസ് നബിയെ ആ കടലിൽ എറിയുന്നതിന് അവർ വിസമ്മതിച്ചു. എന്ന് പറഞ്ഞാൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവർക്കിടയിൽ വലിയൊരു മഹാനല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് നല്ലൊരു മനുഷ്യനെ എങ്ങനെ കടലിൽ എറിയുമെന്ന് അവർ വിസമ്മതിച്ചു. പക്ഷേ സുമ്മ ആദൂഹ, വീണ്ടും അവർ നറുക്ക് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഫവഖഅത അലൈഹിം അയ്ളൻ, വീണ്ടും യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മുകളിൽ തന്നെ നറുക്ക് വീഴുകയും ചെയ്തു. ഫഅബൗ, അങ്ങനെ അവർ വിസമ്മതിച്ചു. സുമ്മ ആദൂ, പിന്നെയും അവർ ആവർത്തിച്ചു. വഖഅത അയ്ളൻ, വീണ്ടും യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മുകളിൽ തന്നെ നറുക്ക് വീഴുകയും ചെയ്തു. ഖാല അല്ലാഹു തആല, പരിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഫസാഹമ, അങ്ങനെ യൂനുസ് നബിയും അവർക്കിടയിൽ നറുക്കിന് പങ്കെടുത്തു. പക്ഷേ ഫകാന മിനൽ മുദ്ഹളീൻ, അദ്ദേഹം പരാജയപ്പെട്ടവരിൽപ്പെട്ട ആളായിരുന്നു. വക്കാന, അദ്ദേഹമായിരുന്നു മിനൽ മുദ്ഹളീൻ, മുദ്ഹൽ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവർ എന്നർത്ഥം. ഓക്കെ, പരാജയപ്പെട്ടവരിൽപ്പെട്ട ആളായിരുന്നു യൂനുസ് നബി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അതിനെ വിശദീകരിക്കുകയാണ് മഹാനായ ആരാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ, അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഐഫ വഖഅത അലൈഹിൽ ഖുർആൻ, നറുക്ക് അദ്ദേഹത്തിനേക്കാണ് വീണത്. അങ്ങനെ ഫഖാമ യൂനുസ് അലൈഹിസ്സലാം, ആ കൂട്ടത്തിൽ നിന്നും എണീറ്റ് നിന്നിട്ട്, ഫതജറദ മിൻ സിയാബി, തൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട്, സുമ്മ അൽഖാ നഫ്സഹു ഫിൽ ബഹരി, പിന്നെ കടലിലേക്ക് എടുത്തു ചാടി. അൽഖാ എന്ന് പറഞ്ഞാൽ നഫ്സ്, അൽഖാ നഫ്സ് എന്ന സ്വയം ചാടുക എന്നർത്ഥം. ഓക്കെ, തൻ്റെ നഫ്സിനെ സ്വയം വിട്ടു എന്നർത്ഥം. സ്വയം കടലിലേക്ക് ചാടി. ഫഖദ് അർസലല്ലാഹു സുബ്ഹാന, പക്ഷേ അല്ലാഹു തആലയുടെ ഹിമായത്ത്, അള്ളാഹുവിൻ്റെ സംരക്ഷണം വരുന്ന ഒരു രൂപമാണ്. ഫഖദ് അർസലല്ലാഹു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചു. ഹൂതൻ, ഒരു മത്സ്യത്തെ അയച്ചു. എങ്ങനത്തെ മത്സ്യമാണ്? യശുക്കുൽ ബിഹാർ, കടലുകളെ മുറിച്ച് കടക്കുന്ന, ഒരുപാട് വലിയ തിരമാലകളൊക്കെ മുറിച്ച്, യശുക്കു, അത് മുറിച്ച് കടക്കുന്ന, ബിഹാർ, കടലുകളൊക്കെ മുറിച്ച് കീറുന്ന വലിയൊരു മത്സ്യത്തെ അല്ലാഹു തആല അയച്ചു. ഹത്താ ജാഅ, അങ്ങനെ ആ മത്സ്യം വന്നു. ഫൽതഖമ യൂനുസ്, ആ മത്സ്യം വന്നിട്ട് ഇൽതഖമ ലുഖ്മത്ത് എന്ന് പറഞ്ഞാൽ വീങ്ങിയത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇൽതഖമ വീങ്ങുക. ഓക്കെ,
അതിനെ വീങ്ങി യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മത്സ്യം വീങ്ങി ഹീന അൽഖാ നഫ്സഹു മിന സഫീന, ആ കപ്പലിൽ നിന്ന് സ്വയം ആ കടലിലേക്ക് ചാടിയ അവസരത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മത്സ്യം വന്നിട്ട് വീങ്ങി. ഫൗഹല്ലാഹു ഇലാ ദാലിക്കൽ ഹൂത്ത്, അള്ളാഹു താല ഈ മത്സ്യത്തിലേക്ക് അള്ളാഹു താല വഹി നൽകി, നിർദ്ദേശം നൽകി. എന്തിന്? അല്ലാ തഅകുല ലഹു ലഹ്മൻ, ആ യൂനുസ് നബിയുടെ ഒരു ഭക്ഷണം, ഒരു ലഹ്മൻ, ഒരു ഇറച്ചി പോലും തിന്നരുത്. അല്ലാ തഅകുല, തിന്നാതിരിക്കാൻ വഹി നൽകി. ലഹു ലഹ്മൻ, എന്ത്, ഒരു ഇറച്ചിയുടെ കഷ്ണം പോലും തിന്നരുത്. വലാ തഹ്ഷിം ലഹു അൽമൻ, ഹഷമ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചവച്ചരക്കുക, ചതയുക, പൊടിക്കുക എന്നർത്ഥം. വലാ തഹ്ഷിം ലഹു അൽമൻ, ഒരു എല്ലും പൊടിഞ്ഞു പോകരുത് എന്നുള്ള നിർദ്ദേശവും അല്ലാഹു തആല ആ മത്സ്യത്തിന് നൽകി എന്നാണ് പറയുന്നത്. വലാ തഹ്ഷിം ലഹു, ആ യൂനുസ് നബിയിൽ നിന്നും ഒന്നും പൊടിയരുത്. അൽമൻ, ഒരു എല്ലും, ഒറ്റ എല്ല് പോലും പൊടിയരുത് എന്നും ഒറ്റ എല്ല് പോലും ചതയരുത് എന്നും ഈ മത്സ്യത്തിനിക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകി. അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലേക്ക് നിർദ്ദേശം നൽകി എന്ന അർത്ഥത്തിനിക്ക്. ഇതിലെ പദങ്ങൾ നോക്കാം. യൂനുസ് നബിയുടെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ്. ആ കപ്പലിൽ യാത്ര നടക്കുന്ന സംഭാഷണങ്ങളും അവിടെ വെച്ചുള്ള ദഅവത്തും തുടങ്ങിയ എല്ലാം വിശദമായിട്ട് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അയ്യൂബ് നബിയെ പോലെ തന്നെ യൂനുസ് നബിയുടെ ജീവചരിത്രവും വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ആ ചരിത്രങ്ങൾ. അപ്പോൾ അതിൽ പദങ്ങളൊന്ന് നോക്കാം നമുക്ക്. തമാദ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുക, ഒരു കാര്യത്തിൽ തന്നെ സ്ഥിരമായി ഉറച്ചു നിൽക്കുക. തമാദ ഫീ കുഫ്രിഹിം, അവരുടെ നിഷേധത്തിൽ അവർ ഉറച്ചു നിന്നു. വിശ്വാസികളായില്ല എന്ന് മാത്രമല്ല, അവരുടെ നിഷേധത്തിൽ, അവർ കുഫ്രിൽ തന്നെ അവർ ഉറച്ചു നിന്നു. ഖറജ മിൻ ബൈനി അളുഹരിം, അവർക്കിടയിൽ നിന്നും പുറപ്പെട്ട് മുഗാദിബൻ, ദേഷ്യപ്പെടുന്നവനായിട്ട്. തഹക്കക്കാണ് ഉറപ്പാകുക. ഖറജു ഇല സ്വഹറ എന്ന് പറഞ്ഞാൽ മരുഭൂമി. ബി അച്ഫാലിഹി എന്ന് പറഞ്ഞാൽ മാ അച്ഫാലിഹിം, കുട്ടികളോടൊപ്പം എന്നർത്ഥം, കുട്ടികളെയും കൂട്ടി എന്നർത്ഥം. അനാമും അവാശി എന്നൊക്കെ പറഞ്ഞാൽ നാക്കാലികൾ, അതുപോലെ തന്നെ ആടുമാട് ഒട്ടകങ്ങൾക്കാണ് അനാം എന്ന് പറയട്ടോ. അവാശി പറഞ്ഞാൽ നാക്കാലികൾ എന്നർത്ഥം. ഫറക്കാറിനെ വിട്ടുപിരിക്കുക. ഉമ്മഹാത്ത് പറഞ്ഞാൽ ഉമ്മമാർ, ഔലാദ് പറഞ്ഞാൽ മക്കൾ. തളറ എന്ന് പറഞ്ഞാലും ജഅറ ഇല എന്ന് പറഞ്ഞാലും കേണപേക്ഷിക്കുക അള്ളാഹുവിനോട്. അറാഖ എന്ന് പറഞ്ഞാൽ ഒട്ടകം കരയുക. ഫുസ്ലാൻ എന്ന് പറഞ്ഞാൽ ഒട്ടകക്കുട്ടി. ഹാറ എന്ന് പറഞ്ഞാൽ പശു കരയുക. അൽബക്കറ എന്ന പശു. ഔലാദ് ഉഹ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുട്ടികൾ, പശുക്കിടാങ്ങൾ. സഖ എന്ന് പറഞ്ഞാൽ ആടുകൾ കരയുക. സഖത്തിൽ വസിഖാലുഹ എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടികൾ. അങ്ങനെ അള്ളാഹു താല ഉയർത്തിക്കൊടുത്തു അല്ലാതാവ് ശിക്ഷയെ. വലൗല, എന്തേ ആവാതിരുന്നത്, കാനത്ത് ഖറിയത്ത്, ഒരു സമുദായവും ആയില്ല, ആമനത്ത് വിശ്വാസികളായില്ല, എന്നിട്ട് ഫനഫാഹ ഈമാനുഹ, ആ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്തില്ല. ആർക്കല്ലാതെ? ഇല്ല ഖൗമ യൂനുസ, യൂനുസ് നബിക്കല്ലാതെ എന്നർത്ഥം. കശഫ എന്ന് പറഞ്ഞാൽ മാറ്റിക്കൊടുക്കുക, തുറന്നു കൊടുക്കുക എന്നർത്ഥം. അദാബൽ ഖിസ്യ, നിന്യമായ ശിക്ഷ, മോശമായ ശിക്ഷ. മത്ത എന്നാൽ ആസ്വദിക്കുക. പിന്നെ ബച്ചിൻ എന്ന് പറഞ്ഞാൽ വയറ്. ഹൂത്ത് എന്ന് പറഞ്ഞാലും മത്സ്യം. സമക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. അതുപോലെ തന്നെ ഹൂത്ത് എന്ന് പറഞ്ഞാലും മത്സ്യമാണ്. പിന്നെ നൂൻ എന്ന് പറയും. നൂൻ എന്ന് പറഞ്ഞാലും മത്സ്യമുണ്ട് കേട്ടോ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നുണ്ട് ദുന്നൂൻ, മത്സ്യത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നൂൻ എന്ന് പറഞ്ഞാൽ, ഹൂത്ത് എന്ന് പറഞ്ഞാൽ, സമക്ക് എന്ന് പറഞ്ഞാലൊക്കെ മത്സ്യം. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പേരുകൾ മാറ്റം വരുന്നതാണ് കേട്ടോ. ജനഹ എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോവുക, പൂണ്ടു പോവുക. ഖറഖന മുങ്ങുക. ഇഖ്തറ എന്ന് പറഞ്ഞാൽ അവർ നറുക്കട്ടു. യൽഖൗനഹു, അതിന് എറിയപ്പെടണം. യതഖഫഫൂന എന്ന് പറഞ്ഞാൽ ഭാരം കുറക്കുക. വഖഅത്തിൽ ഖുർആൻ, നറുക്ക് വീണു. അങ്ങനെ ഓക്കെ. സാഹമ എന്നാൽ നറുക്കിൽ പങ്കെടുത്തു എന്നർത്ഥം. സാഹമ എന്ന് പറയും ബാർഗെയിൻ ചെയ്യുക, അതിൻ്റെ പരസ്പരം അതിൽ നറുക്കിൽ പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നൊക്കെ അർത്ഥം. മുദ്ഹളീൻ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവരിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൽഖാ നഫ്സാന, സ്വയം ചാടുക എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. ബഹർ, കടൽ. തജറദ മിൻ സിയാബി പറഞ്ഞാൽ വസ്ത്രമില്ലാതെ നഗ്നനാവുക എന്നർത്ഥം. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. യശുക്കുൽ ബിഹാർ എന്ന് പറഞ്ഞാൽ കടലുകളൊക്കെ മുറിച്ച് കിടക്കുന്ന എന്നർത്ഥം. ഇൽതഖമ എന്ന് പറഞ്ഞാൽ വീങ്ങുക. അൽഖാ നഫ്സ മിൻ സഫീന അല്ലാഹു ഇലാ ദാലിക്കൽ ഹൂതി, ആ മത്സ്യത്തിലേക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകി എന്നാണ് കേട്ടോ. ഹഷമ എന്ന് പറഞ്ഞാൽ പൊടിയുക, ചതയുക എന്നൊക്കെ, ചതക്കുക എന്നർത്ഥം. അലം എന്ന എല്ലിനാൽ. ഈ ആയത്തിനൊക്കെ വിശദീകരണം കൊടുത്തത് ഇബ്നു കസീർ റഹിമഹുല്ലാഹി ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും.